ഒരു ചെറു ഗ്രാമത്തിന്റെ അരികിലൂടെ ഒരു സുന്ദരമായ പുഴ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. ആ പുഴക്കരയിൽ അപ്പു എന്നൊരു ചിരിച്ച മുഖമുള്ള കുട്ടിയായിരുന്നു താമസം. അപ്പു ബുദ്ധിമാനായിരുന്നു, പഠിക്കാനും കളിക്കാനും ഇഷ്ടം. പക്ഷേ ചിലപ്പോൾ അവൻ ആലോചിക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. അതാണ് അവനെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നത്. ഒരു ദിവസം ആകാശം കറുത്തു, മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾക്കകം പുഴ വിറഞ്ഞൊഴുകി, വെള്ളം ഗർജിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ഗ്രാമത്തിലെ മുതിർന്നവർ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് പുഴയ്ക്കരയിലേക്ക് ആരും പോകരുത്, അപകടമാണ്. അപ്പു അത് കേട്ടു. പക്ഷേ അവന്റെ ഉള്ളിലൊരു ചെറു കൗതുകം വളർന്നു. പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതെങ്ങനെയാകും, ഒന്ന് നോക്കിയാൽ എന്താകും എന്ന ചിന്ത അവനെ വിട്ടില്ല. അമ്മയോടൊന്നും പറയാതെ അപ്പു പതുക്കെ പുഴയ്ക്കരയിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. വെള്ളം വലിയ ശബ്ദത്തോടെ ഒഴുകുകയായിരുന്നു. അടുത്തുള്ളൊരു കല്ലിന്മേൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാൽ വഴുതി. അപ്പു വെള്ളത്തിലേക്ക് വീണു. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അപ്പു കരയാൻ തുടങ്ങി. ശക്തമായ ഒഴുക്കവനെ ഭയപ്പെടുത്തി. നീന്താൻ അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ വയലിൽ ജോലി ചെയ്തിരുന്ന രാമച്ചാച്ചൻ ആ ശബ്ദം കേട്ടു. ഒന്നും ആലോചിക്കാതെ അദ്ദേഹം ഒരു നീണ്ട മുളയെടുത്ത് പുഴയിലേക്ക് നീട്ടി. ധൈര്യമായി പിടിക്കൂ അപ്പു എന്ന് പറഞ്ഞു. അപ്പു മുള പിടിച്ചു. കുറച്ച് ശ്രമത്തിനു ശേഷം സുരക്ഷിതമായി പുറത്തെത്തി. വീട്ടിലെത്തിയ അമ്മയെ കണ്ടപ്പോൾ അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോൾ അമ്മ അവനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, മകനെ, മുതിർന്നവർ പറയുന്നത് നിന്റെ നന്മയ്ക്കാണ്. അന്നുമുതൽ അപ്പു ചിന്തിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്നുറപ്പാക്കി. മുതിർന്നവരുടെ വാക്കുകളുടെ വില അവൻ ഹൃദയത്തോടെ മനസ്സിലാക്കി. നീതിപാഠം: മുതിർന്നവരുടെ ഉപദേശം കേൾക്കുക. ചിന്തിച്ചു പ്രവർത്തിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാം, സുരക്ഷയും സന്തോഷവും നേടാം.